ലേബി സേന്ദ്രനിലേക്ക്. ലേബി, അതാണ് എല്ലാ സംവിധായകരും നടന്മാരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മമ്മൂട്ടി മടങ്ങിയെത്തുക എന്നത് തന്നെയാണ്. അദ്ദേഹം ഇത്രയും ദീർഘമായി ഒരു ഇടവേള എടുത്തത് ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്നാണ് സംവിധായകൻ കമൽ ഇപ്പോൾ പറഞ്ഞത്. ലേബി, അടുത്ത സിനിമ മമ്മൂട്ടിയെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉള്ള സിനിമ, ആ സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ലേബി, എപ്പോഴായിരിക്കും അതിന്റെ ഷൂട്ടിംഗ്? സ്മൃതി, ഒരു മാസം കൂടി ചെന്നൈയിലെ വീട്ടിൽ തുടരേണ്ടതുണ്ട്. അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ മഹേഷ് നാരായണന്റെ ഇപ്പോൾ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ, അതിൽ നയൻതാരയുമായുള്ള സീനുകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 8-10 ദിവസം കൂടി അതിന്റെ വർക്കുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വിനീത സൂചിപ്പിച്ച കളങ്കാവൽ എന്ന വലിയ പ്രതീക്ഷയർപ്പിക്കുന്ന ചിത്രം, ആ ചിത്രം നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ വളരെ മമ്മൂട്ടിയുടെ പലരും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന പല ചിത്രങ്ങളും എന്നും എക്കാലത്തും മൃഗയ മുതൽ നമ്മൾ ഇങ്ങോട്ട് കാണുന്നതാണല്ലോ മമ്മൂട്ടിയുടെ ഓരോ തിരഞ്ഞെടുപ്പും, അത്തരത്തിൽ വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുത്ത ഒരു ചിത്രമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വേഷത്തിൽ വിനായകൻ വരുന്നുമുണ്ട്. ആ ചിത്രത്തിന്റെ ചിത്രീകരണമായിരിക്കാം അതിനുശേഷം നടക്കുക എന്നുള്ള കാര്യം ത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് സിനിമയുടെ ഈ 3 മാസത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ശ്രീ കമൽ സൂചിപ്പിച്ചതുപോലെ മമ്മൂട്ടിയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇടവേള ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഇടവേളയൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹം സിനിമയുമായി മുന്നോട്ട് പോകും എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഏതായാലും ഒരു മാസം കൂടി അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ പ്രധാനമാണ് സ്മൃതി, ഈ അസുഖബാധിതനായി എന്ന് പറയുമ്പോഴും അസുഖത്തിന്റെ ആദ്യഘട്ടമായിരുന്നു എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ചെന്നൈ അപ്പോളോയിൽ ചെന്നതിന് ശേഷം അതിന് കൃത്യമായ ഇതിന്റെ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നു. ഓരോ ഘട്ടത്തിലും അനുകൂലമായ ഫലമാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അത് കണ്ടുപിടിക്കാനായി എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഘട്ടത്തിൽ എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളെല്ലാം പറയുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ആ ചികിത്സ ഫലിച്ചു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ആ ചികിത്സ എല്ലാം ഫലിച്ച് അദ്ദേഹം സുഖം പ്രാപിച്ച് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്മൃതി.